ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സുധിയുടെ ഷോപ്പിൽ നിന്നും കിട്ടിയ മുട്ടക്കൂടോത്രം ചന്ദ്ര വിശ്വസിക്കുന്നില്ലേ? നിനക്ക് വേണമെങ്കിൽ നീ എല്ലാ പരിഹാര മാർഗ്ഗങ്ങളൊക്കെ ചെയ്തു, എന്നെക്കൊണ്ട് പറ്റില്ല ഒരു ദിവസം വിശപ്പൊന്നും സഹിച്ച് നിൽക്കാൻ. വിശേഷ ദിവസങ്ങളിൽ പോലും ഞാൻ ഇങ്ങനെ ഭക്ഷണം മുടങ്ങി നിന്നിട്ടില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ ചന്ദ്ര എതിർത്ത് പറയുവാണേ. അപ്പോൾ സുധി പറയുന്നുണ്ട്, അമ്മ ചെയ്തില്ലെങ്കിൽ അമ്മയുടെ ജീവന് വരെ ഭീഷണിയാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കുമ്പോഴും ചന്ദ്ര സമ്മതിക്കുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, വിശപ്പ് സഹിച്ച് നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുമ്പോഴേക്കും മോളിൽ നിന്നൊരു ഫാൻ അങ്ങനെ താഴോട്ട് വീഴുവാണ്. ചന്ദ്ര കുറച്ച് നേരത്തെ എത്തിരുന്നെങ്കിൽ ചന്ദ്രയുടെ തലയിലോട്ട് തന്നെ ആ ഫാൻ വീണാനായിരുന്നു. ഇത് കാണുമ്പോഴേക്കും ഇവർ 3 പേരും ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുവാണ്. അപ്പോൾ സുധി വന്ന് പറയുന്നുണ്ട്, കണ്ടോ അമ്മ ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഫാൻ താഴോട്ട് വീണു, അതെങ്ങാനും അമ്മയുടെ തലയിലാ വീണിരുന്നെങ്കിലോ? ഇതിലൊക്കെ സത്യമുണ്ട് അമ്മേ, അമ്മ ഇത് ചെയ്തില്ലെങ്കിൽ അമ്മയുടെ ജീവന ഭീഷണിയാണ്, ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കുമെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര വേറെ നിവർത്തിയില്ലാതെ പറയുന്നുണ്ട്, ശരി എന്നാൽ ഞാൻ ഒരു ദിവസം വ്രതം എടുത്തോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുധിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രേവതിയുടെ ഫോണിലോട്ട് ഒരു കോൾ വരുവാണ്. രേവതി കുറേ മോഡലൊക്കെ കൊണ്ടുപോയി ഓരോ ഹോളിലൊക്കെ കാണിച്ചായിരുന്നല്ലോ ഡെക്കറേഷൻ്റെ. അപ്പോൾ അതിലൊരാൾ വിളിക്കുവാണ്. രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. രേവതി ചോദിക്കുന്നുണ്ട്, എൻ്റെ മോഡൽ ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്, ഒരു ഫംഗ്ഷൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്, ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ടൊന്ന് വരാവോ, അതേപ്പറ്റി സംസാരിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, 15 മിനിറ്റ് സാർ, ഞാൻ ഇപ്പം തന്നെ ആ മണ്ഡപത്തിലോട്ട് എത്താമെന്ന് പറയുവാണ്. എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ രേവതി ആ ഹോളിലോട്ട് പോവാണേ. അയാൾ രേവതിയെ കാണുന്നതും, താൻ ചോദിച്ച പോലെ തന്നെ ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ഒരു ചെറിയ ഫംഗ്ഷനാണ്, അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും അതുപോലെ തന്നെ നെയിം ബോർഡും ഒക്കെ ഒന്ന് ചെയ്തു തരണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും, എനിക്ക് കിട്ടുന്ന ആദ്യത്തെ ഓർഡർ ആയത്, ഇതെനിക്ക് വലിയൊരു ഓർഡർ തന്നെയാണ് സാർ എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഓർഡർ താൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഓർഡർ വരുവാണെങ്കിൽ തനിക്ക് തന്നെ പിടിച്ചു തരാം എന്നൊക്കെ പറയുവാണ്. രേവതി ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് രേവതിക്ക് അഡ്വാൻസ് ആയിട്ട് ഒരു 15,000 രൂപയൊക്കെ കൊടുക്കുന്നുണ്ട്. രേവതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. സാർ, എൻ്റെ ജീവിതത്തിൽ ഇതൊരു പുതിയ തുടക്കം ഇന്ന് തുടങ്ങുക, ഇത് ഞാൻ അടിപൊളിയായിട്ട് തന്നെ ചെയ്യും എന്ന് പറയുമ്പോഴേക്കും അദ്ദേഹം ചിരിക്കുന്നുണ്ട്. നോക്കട്ടെ തൻ്റെ കഴിവ് എങ്ങനെയുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, എനിക്കിതൊക്കെ പറ്റുമെന്നൊരു ടെൻഷനായിരുന്നു, പക്ഷേ എൻ്റെ ഭർത്താവാണ് എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇതിനു വേണ്ടി മുന്നോട്ടിറക്കിയത് തന്നെ. അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാവുമെന്ന് പറയുമ്പോഴേക്കും ഈ ഹോളിൻ്റെ ആൾക്കാർ പറയുന്നുണ്ട്, ഇതെങ്ങനെ ചെയ്യുന്ന നോക്കട്ടെ, എന്നിട്ട് പിന്നെ വരുന്ന ഓർഡറിലൊക്കെ മുൻഗണന തനിക്ക് തന്നെ ഞാൻ തരും, ഇത് നല്ലോണം ചെയ്യാൻ നോക്കുമെന്ന് പറയുമ്പോൾ രേവതി പറയും, എൻ്റെ കഴിവിൻ്റെ മാക്സിമം ഞാൻ ശ്രമിക്കും സാർ എന്ന് പറഞ്ഞിട്ട് രേവതി ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ഹോളിൽ നിന്നും ഇറങ്ങുവാണ്. എന്നിട്ട് കുറച്ച് സ്വീറ്റ്സൊക്കെ ആയിട്ട് രേവതി നേരെ ചന്ദ്രോദയത്തിലോട്ട് പോവാണ്. ഭയങ്കര സന്തോഷത്തിലാണ്. രവീന്ദ്രൻ ഹോളിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും. രേവതി ബോക്സ് തുറന്ന് സ്വീറ്റ്സ് കൊടുക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ മോളെ സ്വീറ്റ്സൊക്കെ, എന്താ വല്ല വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛാ, ഞാൻ ഈ ഫംഗ്ഷന് ഹോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന വർക്കൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുമായിരുന്നില്ലേ, ഇന്ന് എനിക്കൊരു ഓർഡർ കിട്ടി അച്ഛാ, അതിൻ്റെ സന്തോഷത്തിൽ മേടിച്ച സ്വീറ്റ്സാണ് ഇതെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ആണോ മോളെ, ഭയങ്കര സന്തോഷം, നീ നിൻ്റെ ജീവിതത്തിൽ അടുത്ത ഘട്ടത്തിലോട്ട് പോയിരിക്കുക, നിനക്കെൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് രവീന്ദ്രൻ സ്വീറ്റ്സ് എടുക്കാൻ പോകുമ്പോഴേക്കും ചന്ദ്ര വന്ന് തടുക്കുവാണേ. നിങ്ങൾ എന്തിനാ ഈ സ്വീറ്റ്സ് ഒക്കെ കഴിക്കുന്നത്, നിങ്ങൾക്ക് ഷുഗർ, പ്രഷർ അങ്ങനെ എല്ലാ അസുഖങ്ങളും ഉള്ളതല്ലേ, ഇതൊന്നും കഴിക്കണ്ടെന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ഒരു ദിവസം കഴിച്ചു എന്ന് പറഞ്ഞ് ഒന്നും വരാൻ പോകുന്നില്ല ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് രേവതി കൊടുത്ത ബോക്സിൽ നിന്നും ഒരു സ്വീറ്റ്സ് എടുത്ത് കഴിക്കുവാണ്. അമ്മയും സ്വീറ്റ്സ് എടുക്കുമെന്ന് പറഞ്ഞ് രേവതി ആ സ്വീറ്റ് ബോക്സ് നീട്ടുമ്പോഴേക്കും ചന്ദ്രയുടെ സ്വഭാവം അറിയാലോ, ചന്ദ്ര രേവതിയെ അപമാനിക്കുവാണ്. പിന്നെ ഭയങ്കര വലിയ കാര്യമല്ലേ നീ നേടി വന്നിരിക്കുന്നത്, ഇത്രയും കാലം റോഡിലൂടെ പൂവിറ്റ് നടന്നു, ഇപ്പോൾ അത് ഹോളിൽ കൊണ്ടുപോയി വിൽക്കാൻ പോകുന്നു, ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്ന് ചോദിച്ചിട്ട് രേവതിയെ പുച്ഛിക്കുവാണ്. നിന്റെ വായിൽ നിന്ന് നല്ലതൊന്നും വരില്ലേ ചന്ദ്രയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ ചീത്ത പറയുന്നുണ്ട്. അവൾ എത്ര സന്തോഷത്തിൽ ആ സ്വീറ്റ് ബോക്സ് കൊണ്ടുവന്ന് തന്നത്, അവളുടെ ജീവിതത്തിലെ അടുത്ത ഘട്ടത്തിലോട്ട് അവൾ പോവുക, അവളെ അനുഗ്രഹിക്കുന്നതിന് പകരം ഇങ്ങനെയാണോ ചന്ദ്രയെ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. ചന്ദ്ര ഇതൊക്കെ കേൾക്കുമോ രവീന്ദ്രൻ്റെ വാക്കുകളൊക്കെ? ചന്ദ്ര വീണ്ടും പറഞ്ഞതൊക്കെ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇവളുടെ ജീവിതത്തിൽ എന്ത് മുന്നേറ്റം, ഇപ്പോൾ ശ്രുതിയുടെയും കാര്യത്തിലാണെങ്കിൽ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ശ്രുതി ഒരു പാർലർ വെച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ശ്രുതിയാണെങ്കിൽ ഒരു ഷോറൂം തുടങ്ങിയിരിക്കുന്നു, അതൊക്കെയാണ് മുന്നേറ്റം, അല്ലാതെ ഈ പൂവിക്കലാണോ മുന്നേറ്റം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അപമാനിക്കുവാണ്. ഫംഗ്ഷന് ഡെക്കറേറ്റ് ചെയ്യുന്ന ജോലി അത്ര ചെറിയ ജോലിയൊന്നും അല്ല എന്ന് രവീന്ദ്രൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, പിന്നെ ഒരു ദിവസം പൂ കൊണ്ടുപോയി ഹോളിൽ തൂക്കും, പിറ്റേ ദിവസം ആ പൂവെടുത്ത് വലിച്ചെറിയും, ഇതാണല്ലോ വലിയ ജോലി എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, ചന്ദ്രേ, നമ്മൾ തിന്നുന്ന ഭക്ഷണം നമ്മുടെ വയറ്റിൽ തന്നെ കിടക്കില്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ ആരെങ്കിലും പട്ടിണി കിടക്കാറുണ്ടോ എന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഇവളെ തലയിൽ കയറ്റി വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ഇവക്ക് ഇത്ര അഹങ്കാരം, വീട്ടിലിരിക്കാൻ തന്നെ ഇവക്ക് നേരമില്ല, ഇനിയിപ്പോൾ ഈ ഡെക്കറേഷൻ വർക്കും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നു, ഇവിടെ കാണാനേ കിട്ടില്ല എന്ന് പറയുവാണ് ചന്ദ്ര.
അപ്പോഴേക്കും ശ്രുതിയും കൂടി കടന്നു വരുവാണേ. ശ്രുതിക്ക് നേരെ രേവതി ബോക്സ് ഒക്കെ നീട്ടുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ രേവതി സ്വീറ്റ്സ് ഒക്കെ? അപ്പോൾ രേവതി കാര്യങ്ങളൊക്കെ പറയുവാണേ. അപ്പോൾ ശ്രുതി കൺഗ്രാജുലേറ്റും ചെയ്യുന്നുണ്ട്. ചന്ദ്രയും ശ്രുതിയും സ്വീറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, കാരണം അവർ വ്രതത്തിലാണല്ലോ. വ്രതത്തിന്റെ കാര്യം വീട്ടിലുള്ള ആരോടും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ സച്ചി കയറി വരുവാണ്. എന്താ രേവതി ഭയങ്കര സന്തോഷത്തിലാണല്ലോ, കയ്യിൽ സ്വീറ്റ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കല്യാണ മണ്ഡപം ഡെക്കറേറ്റ് ചെയ്യുന്ന ഓർഡർ എനിക്ക് കിട്ടിയെന്ന് പറയുവാണ്. സച്ചിക്ക് അപ്പോൾ രേവതിയെക്കാളും കൂടുതൽ സന്തോഷാവുകയാണ്. ഞാൻ പറഞ്ഞില്ല രേവതി, നിനക്ക് ഈ ഓർഡറൊക്കെ കിട്ടുമെന്ന്. നിനക്ക് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞുകൂടായിരുന്നു, ഞാൻ മട്ടനൊക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട സച്ചിയേട്ടാന്ന് പറയുവാണ്. സച്ചി സമ്മതിക്കുന്നില്ല. നിന്റെ ജീവിതത്തിലെ സന്തോഷമുള്ളൊരു ദിവസമായെന്ന് ഞാൻ മട്ടൻ മേടിക്കും എന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോകുമ്പോഴേക്കും ശ്രീകാന്തും ശ്രുതിയും കൂടി വരുവാണ്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, എന്താ സച്ചിയേട്ടാ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുവാണ്. എടാ രേവതിക്ക് ആദ്യത്തെ ഓർഡർ കിട്ടി സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് കൺഗ്രാജുലേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. രേവതി ചേച്ചി, ഇതാണ് രേവതി ചേച്ചി എടുത്ത ഏറ്റവും നല്ല തീരുമാനം. ഇപ്പം പ്രീ വെഡിങ്, പോസ്റ്റ് വെഡിങ്, ബർത്ത്ഡേ അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് എല്ലാവരും നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. രേവതി ചേച്ചിയുടെ മുന്നേറ്റം തുടങ്ങുന്നേ ഉള്ളൂ എന്ന് ശ്രീകാന്ത് പറയുമ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ലേ. ചന്ദ്ര ഭയങ്കര പുച്ഛഭാവത്തിലാണ് രേവതിയെ നോക്കുന്നത്. എൻ്റെ ഹോട്ടലിൽ ഒരുപാട് ഓർഡേഴ്സ് വരാറുണ്ട്, ഞാൻ രേവതി ചേച്ചിയുടെ പേരും ഡീറ്റെയിൽസൊക്കെ ഇനി അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ശ്രീകാന്ത് പറയുവാണ്. സച്ചി രേവതിയെ ചേർത്ത് പിടിച്ച് രവീന്ദ്രൻ്റെ മുമ്പിൽ പോയി നിന്ന് പറയുന്നുണ്ട്, അച്ഛാ കണ്ടോ അച്ഛാ, രേവതിയും ഒരു ബിസിനസ്സുകാരി ആയിരിക്കുമോ എന്നൊക്കെ പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചിരിക്കുന്നുണ്ടേ. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് ശ്രുതി വരുവാണ്. പിന്നെ ഫംഗ്ഷന് ഡെക്കറേഷൻ വർക്ക് ചെയ്യുന്നവരൊക്കെ ബിസിനസ്സുകാരല്ലേ, സച്ചയ്ക്ക് ഇത് പിടിക്കുന്നില്ലേ. പാത്രക്കട വിൽക്കുന്ന നിനക്ക് ബിസിനസ്സുകാരനാകാമെങ്കിൽ പൂ വിൽക്കുന്ന എൻ്റെ രേവതിക്കും ബിസിനസ്സുകാരി ആവാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എൻ്റെ പാത്രക്കടയെന്നല്ല ഹോം അപ്ലയൻസ് ഷോറൂം ആണെന്ന് പറയുവാണ്. ഒരു ബിസിനസ്സിൻ്റെ മുതലാളി ആവണം എന്നുണ്ടെങ്കിൽ പഠിപ്പും വിവരവും വേണമെന്ന് ശ്രുതി പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഒന്ന് പോടാ, പഠിപ്പും വിവരവും സാമർത്ഥ്യവും ജോലി ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ഒരു ബിസിനസ്സുകാരനാവാം എന്നൊക്കെ സച്ചി പറയുവാണ്. രേവതി വലിയൊരു ബിസിനസ്സുകാരിയായി വരിക തന്നെ ചെയ്യുമെന്ന് സച്ചി പറയുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മതി അവളെ പുകഴ്ത്തി സംസാരിച്ചത്, പോയി വീട്ടിലെ പണികളൊക്കെ ചെയ്യാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് രേവതിയെ വിടുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി ഇന്ന് നമ്മുടെ ജീവിതത്തിലെ സന്തോഷമുള്ള ദിവസമാണ്, ഇത് നമുക്ക് ആഘോഷിക്കണം, ഇന്ന് ഞങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് സച്ചി പോക്കറ്റിൽ നിന്ന് കാശ് എടുക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ കാശൊന്നും വേണ്ട, കാശൊക്കെ ഞാൻ ചിലവാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് രേവതി തനിക്ക് അഡ്വാൻസ് കിട്ടിയ തുകയില്ലേ അതുമായിട്ട് വരുവാണ്. അത് കാണുമ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നോക്കുന്നുണ്ട്, കാരണം രേവതിയുടെ കൈ നിറച്ചും കാശ്. ഇത് ഏത് കാശാ രേവതി എന്ന് സച്ചി ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ എനിക്ക് ആ ഡെക്കറേഷൻ വർക്ക് തന്നവർ അഡ്വാൻസും തന്നു എന്ന് പറയുവാണ്. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഒന്നുകൂടെ സന്തോഷമാവുകയാണ്. രേവതി നിന്റെ വീട്ടിലോട്ടും കൂടി ചേർത്ത് ഉണ്ടാക്കിക്കോ എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാൻ ഹെൽപ്പ് ചെയ്യാം രേവതി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, നീ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും നിൽക്കണ്ടെന്ന് പറയുവാണ്. അതുപോലെ തന്നെ എനിക്കും ശ്രുതിക്കും ഒന്നും നിന്റെ ബിരിയാണിയൊന്നും വേണ്ടാന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അതെന്താ ചന്ദ്ര നിനക്ക് ബിരിയാണി വേണ്ടാത്തത്? അപ്പോഴാണ് ചന്ദ്ര കാര്യം പറയുന്നത്, ഞാനും ശ്രുതിയും ഇന്ന് വ്രതത്തിലാന്ന് പറയുവാണ്, ഭക്ഷണമൊന്നും ഇന്ന് കഴിക്കില്ല എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്നാൽ ശരി നിങ്ങൾ കഴിക്കണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാക്കാം രേവതി, ഞാൻ പോയി മേടിച്ചോണ്ട് വരാമെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ പോകണ്ട, എനിക്ക് പരിചയമുള്ളൊരു ചേച്ചിയുണ്ട്, ആ ചേച്ചിക്ക് നല്ല മട്ടൻ കിട്ടുന്ന സ്ഥലങ്ങൾ അറിയാം, ഞാൻ അവിടെ പോയി മേടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രേവതി ഇറങ്ങുവാണ് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശ്രുതി ചന്ദ്രനോട് പറയുന്നുണ്ട്, അമ്മേ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോവാണല്ലോ എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രക്ക് ദേഷ്യം വരുവേ, നിന്റെ ഓരോ പരിഹാര മാർഗ്ഗങ്ങളും കാരണം മനുഷ്യന് ബിരിയാണി തിന്നാൻ പറ്റാത്ത അവസ്ഥയായി, പോടാന്ന് പറഞ്ഞിട്ട് ചന്ദ്ര പോവാണേ. അങ്ങനെ രേവതി തൻ്റെ കൂട്ടുകാരുടെ അടുത്തോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, രേവതി നല്ല മട്ടൻ കിട്ടുന്ന സ്ഥലം എനിക്കറിയാം, നമുക്ക് അവിടെ പോയി മേടിക്കാം, മട്ടൻ നന്നായാലേ ബിരിയാണി നന്നാവത്തുള്ളൂ എന്നൊക്കെ പറയുവാണേ. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു മട്ടൻ കടയിലോട്ട് പോവാണ്. പോകുന്നത് വേറെ ആരുടെയും കടയിലോട്ടല്ല, നമ്മുടെ ബീരാൻ്റെ കടയിലോട്ടാണ്, അതായത് ശ്രുതിയുടെ ഇളയച്ചൻ്റെ കടയിലോട്ട്. കടയെത്തുമ്പോഴേക്കും രേവതിക്ക് ഫോൺ വരുവാണ്. രേവതിയുടെ അമ്മ വിളിക്കുവാണ്. അപ്പോൾ രേവതി പറയും, ചേച്ചി പോയി മട്ടനൊക്കെ മേടിച്ചോ, ഞാനിപ്പോൾ ഈ ഫോൺ ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചിയെ വിടുവാണ്. അപ്പോൾ ആ ചേച്ചി പോയി ബീരാൻ്റെ അടുത്ത് 3.5 കിലോ മട്ടൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബീരാൻ ചോദിക്കും, ഇന്നെന്താ ഇത്രയും കൂടുതൽ മട്ടനൊക്കെ മേടിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടാണ്, നല്ല പീസ് നോക്കി ഇടണേ എന്നൊക്കെ ബീരാനോട് പറയുന്നുണ്ട്. എന്നിട്ട് ദേ അതാണ് എൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞിട്ട് രേവതിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പീസൊക്കെ ഇടുകയാണെങ്കിൽ അവൾ ഡെയിലി ഇവിടെ വന്നേ മട്ടൻ മേടിക്കത്തുള്ളൂ, അവൾക്ക് പരിചയമുള്ളവരെയും ഇങ്ങോട്ടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവരും, അതുകൊണ്ട് നോക്കിയിടുന്നൊക്കെ പറയുമ്പോഴേക്കും ബീരാൻ അവർ പറഞ്ഞ സുഹൃത്തിൻ്റെ മുഖം ഒന്ന് നോക്കുവാണേ. നോക്കുമ്പോഴേക്കും രേവതി ബീരാൻ അങ്ങോട്ട് ടെൻഷനാവും, അയ്യോ ഇത് നമ്മുടെ സച്ചിയുടെ ഭാര്യയല്ലേ, ഇന്നത്തോടെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് പേടിക്കുവാണേ ഭയങ്കരമായിട്ട് ബീരാൻ.
എന്നിട്ട് അവിടെയുള്ളൊരു തോർത്തെടുത്ത് തൻ്റെ മുഖം മറച്ച് നിൽക്കുവാണേ. അപ്പോഴേക്കും രേവതി ഫോണും കട്ട് ചെയ്ത് വരുമ്പോഴേക്കും ആ ചേച്ചി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ദേ ബീരാനെ, ഇതാണ് രേവതി, ഇവർക്കാണ് ഈ മട്ടൻ്റെ ആവശ്യം എന്ന് പറയുമ്പോഴേക്കും രേവതി നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബീരാൻ വെറുതെ മൂളിക്കൊണ്ടേ ഇരിക്കുന്നുള്ളേ. അപ്പോൾ ഈ കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മുഖമൊക്കെ മറച്ചിരിക്കുന്നേ, ജലദോഷമാണോ എന്ന് ചോദിക്കുമ്പോൾ ബീരാൻ ആ ആ ആ എന്ന് പറഞ്ഞ് മൂളുക മാത്രമേ ഉള്ളേ. ബീരാൻ ഇങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇയാൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഇയാളെ കാണുമ്പോൾ രേവതിക്ക് എന്തൊക്കെയോ ഒരു പരിചയം പോലെയും തോന്നുന്നുണ്ട്. കണ്ണ് മാത്രം കാണുന്നുള്ളെങ്കിലും ആ കണ്ണ് എവിടെയോ കണ്ടിട്ടുള്ള പോലെ രേവതിക്ക് ഇങ്ങനെ തോന്നുവാണേ. അപ്പോൾ രേവതിയുടെ ആ കൂട്ടുകാരി പറയുന്നുണ്ട്, കറി നന്നായി കഴിഞ്ഞാൽ ബിരിയാണി നന്നായാൽ ഇവളുടെ ഭർത്താവ് സച്ചി ഒരു കാർ ഡ്രൈവറാണ്, അവൻ്റെ കസ്റ്റമേഴ്സിനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരും എന്ന് പറയുമ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അയ്യോ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിച്ചു എന്നോർത്തതാ, വീണ്ടും ഇങ്ങോട്ട് തന്നെ വരുവാണല്ലോ. ആ സച്ചി എങ്ങാനും എന്നെ കണ്ടു കഴിഞ്ഞാൽ അതോടെ തീർന്നു, മട്ടം വെട്ടുന്ന പോലെ എന്നെ വെട്ടും അവൻ എന്നൊക്കെ പറഞ്ഞ് ബീരാൻ ഇങ്ങനെ ടെൻഷൻ അടിക്കുവാണ്. ബിരിയാണി നന്നായി, ഞാൻ എല്ലാ ആഴ്ചയും ഇവിടെ തന്നെ വരാം, ഇന്ന കാശെന്ന് പറഞ്ഞിട്ട് രേവതി ബീരാൻ്റെ അടുത്ത് കാശ് കൊടുക്കുമ്പോഴേക്കും ബീരാൻ അത് മേടിക്കുന്നുണ്ട്. എന്നിട്ട് രേവതി പോയി കഴിയുമ്പോഴേക്കും വിചാരിക്കുന്നുണ്ട്, ഷോ എൻ്റെ കട ഇവർ മനസ്സിലാക്കിയല്ലോ, ഇനി ആഴ്ചയിൽ വരാം എന്നാ പറയുന്നത്, എന്ത് ചെയ്യും ഞാൻ? ഈ വിവരം എത്രയും പെട്ടെന്ന് ആ ശ്രുതിയെ അറിയിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിക്കുവാണ്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചെമ്പനീർപ്പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.